ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടിവന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ, കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ, വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. വാണിടുകനാരദമെന്നുടെ നാവുതന്മേൽ, വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ. നാണമെന്നിയേ മുതാ നാവിന്മേൽ നടനം ചെയ്തേണാങ്കാനനെ യഥാകാനനെ ദിഗംബരൻ. വാരിജോത്ഭവമുഖ വാരിജവാസേ ബാലേ, വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗലശീലേ. വൃഷ്ണിവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നോരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം. വിഷ്ണുജോത്ഭവസുത നന്ദനപുത്രൻ വ്യാസൻ, വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധനൻ. വിഷ്ണു തൻ മായാഗുണ ചരിത്രമെല്ലാം കണ്ട് കൃഷ്ണനാം പുരാണകർത്താവിനെ വന്ദിക്കുന്നേൻ. നാൻമറ നേരായ രാമായണം ചമയ്ക്കയാൽ നാൻമുഖനുള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി തൻ മമവരം തരികെപ്പോഴും വന്ദിക്കുന്നേൻ. രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ മഹേശ്വരൻ. ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മാമകേ മനസ്സി വാണിടുവാൻ വന്ദിക്കുന്നേൻ. വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദ പ്രമുഖന്മാരാകിയ മുനികളും വാരിജശരാരാദി പ്രാണനാഥയും മമ വാരിജമകളായ ദേവിയും തുണയ്ക്കേണം. കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജലീന പാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിൻ്റെ മാലിന്യമെല്ലാം തീർത്തു ശോധന ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ. ആധാരം നാനാജഗന്മയനാം ഭഗവാനും വേദമെന്നല്ലോ ഗുരുനാഥൻ താനരുൾ ചെയ്തു.
വേദത്തിനാധാരഭൂതന്മാരിക്കാണായൊരു ഭൂദേവപ്രവരന്മാർ തദ്വരശാപാദികൾ ധാതൃശങ്കര വിഷ്ണു പ്രമുഖന്മാർക്കും മതം ദേവജ്ഞോത്തമന്മാർ മാഹാത്മ്യങ്ങളാർക്കു ചൊല്ലാം. പാദസേവകനായ ഭക്തനാം ദാസൻ ബ്രഹ്മപാദജനജ്ഞാനിനാമാദ്യനായുള്ളോരു ഞാൻ വേദസംഹിതമായി മുമ്പുള്ള ശ്രീരാമായണം ബോധഹീനന്മാർക്കറിയാം വണ്ണം ചൊല്ലിടുന്നേൻ. വേദാംഗ വേദാന്താദി വിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കണം. സുരസംഹതിപതി തതനു സ്വാഹാപതി വരദൻ പിതൃപതി നിരൃതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി തനയൻ ഗണപതി സുരവാഹിനീപതി പ്രമദഭൂതപതി ശ്രുതിവാക്യാത്മാ ദിനപതി ഖേടാനാം പതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയൻ അനുഗ്രഹിക്കേണം. അകമേ സുഖമേ ഞാൻ അനിശം വന്ദിക്കുന്നേൻ. അഗ്രജൻ മമ സദാം വിദുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേകം ദേവാസികളോടും ഉൾക്കുരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളോരും. ശ്രീരാമായണം പുരാ വിരിഞ്ച വിരചിതം 100 കോടി ഗ്രന്ഥമുണ്ടില്ലതു ഭൂമി തന്നിൽ. രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു ധാതാ. ഭൂമിയിലുള്ള ജന്തുക്കൾക്കു മോക്ഷാർത്ഥമിനി ശ്രീമഹാരാമായണം ചമയ്ക്കുന്നരുൾ ചെയ്തു. വീണാപാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീകിതൻ നാവിന്മേൽ വാണിയിടിനാൻ. വാണിയിടുകൗവണ്ണമെന്നാവിന്മേലേവം ചൊൽവാൻ നാണമാകുന്നു താനും അതിനെന്താവതിപ്പോൾ. വേദശാസ്ത്രങ്ങൾക്കധികാരിയല്ലെന്നതോർത്തു ചേതസി സർവം ക്ഷമിച്ചിടുവിൻ കൃപയാലേ. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്ദിഗ്ധമിജന്മം കൊണ്ടേ. ശ്രീരാമൻ്റെ നാമം ജപിക്കുന്നതുകൊണ്ട്, രാമായണ പാരായണം ചെയ്യുന്നതുകൊണ്ട് എന്താണ് ഫലമുണ്ടാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കുകയാണ്. സർവ്വഗുരുനാഥന്മാരെയും വന്ദിച്ചുകൊണ്ട്, ജഗത്തിന് ആധാരമായി നിൽക്കുന്ന എല്ലാ ഗുരുക്കളെയും വന്ദിച്ചുകൊണ്ടാണ് രാമൻ്റെ മാഹാത്മ്യം ചൊല്ലാൻ പുറപ്പെടുന്നത്. അതോടൊപ്പം എന്താണ് രാമായണം എന്ന പദ്ധതി എന്നതുകൂടി ഇവിടെ വ്യക്തമാക്കുകയാണ്. അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യമിതധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സംഭവിക്കും അസന്ദിഗ്ധമിജന്മം കൊണ്ടേ. ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ ചൊല്ലിയിടുവാൻ എത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. എന്തൊക്കെ മാറ്റങ്ങളാണ് രാമനാമശ്രവണത്തിലൂടെ ഉണ്ടാവുന്നത് എന്നതുകൂടി ഇവിടെ വ്യക്തമാവുകയാണ്. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും. ധാത്രീഭാരത്തെ തീർപ്പാൻ ബ്രഹ്മാദിദേവഗണം പ്രാർത്ഥിച്ചു ഭക്തിപൂർവം സ്തോത്രം ചെയ്തതുമൂലം
ദുഗ്ധാബ്ധിമധ്യേ ഭോഗിസത്തമനായിടുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്തിടും നാരായണൻ ധാത്രീമണ്ഡലം തന്നിൽ മാർത്താണ്ഡകുലത്തിങ്കൽ ധാത്രീന്ദ്രവീരൻ ദശരഥനു തനയനായി രാത്രിചാരികളായ രാവണാദികൾ തമ്മേ മാർത്താണ്ഡാത്മജപുരം പ്രാപിപ്പിച്ചൊരു ശേഷം ആദ്യമാം ബ്രഹ്മത്വം പ്രാപിച്ച വേദാന്തവാക്യവേദ്യനാം ശ്രീതാപതി ശ്രീപാദം വന്ദിക്കുന്നേൻ. ഇനി ഉമാമഹേശ്വര സംവാദമാണ്. ശ്രീ പാർവതിയും പരമേശ്വരനും തമ്മിലുള്ള സംഭാഷണത്തിനിടയിലാണ് രാമായണം കടന്നു വരുന്നത്. രാമൻ എന്ന ആ ശക്തിയെക്കുറിച്ചറിയാൻ പാർവതിക്കും ആഗ്രഹം മനസ്സിൽ ഉടലെടുക്കുകയാണ്. കൈലാസാചലേ സൂര്യകോടിശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിജം നിജഭർത്താരം വിശ്വേശ്വരം വന്ദിച്ചു വാമോത്സംഗേ വാഴുന്ന ഭഗവതി സുന്ദരി ഹൈമവതി ചോദിച്ചു ഭക്തിയോടെ. സർവാത്മാവായ നാഥ പരമേശ്വരാ പുറ്റി സർവലോകാവാസ സർവേശ്വര മഹേശ്വര സർവശങ്കര ശരണാഗത ജനപ്രിയ സർവദേവേശ ജഗന്നായക കാരുണ്യാബ്ദേ. അത്യന്തം രഹസ്യമാം വസ്തുവെന്നിരിക്കലും എത്രയും മഹാനുഭാവന്മാരായുള്ള ജനം ഭക്തി വിശ്വാസ ശുശ്രൂഷാദികൾ കാണും തോറും ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ. ആകയാൽ ഞാനുണ്ടുന്നു നിന്തിരുവടി തന്നോടാകാംക്ഷ പരവശചേതസാ ചോദിക്കുന്നു. കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വം ഉപദേശിച്ചിടണം. ശ്രീ പാർവതി കൈലാസാധിപതിയായിരിക്കുന്ന പരമേശ്വരനോട് പറയാണ്, അവിടുന്ന് എനിക്കെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നോട് അല്പമെങ്കിലും ദയുണ്ടെങ്കിൽ രാമതത്വം എനിക്ക് ഉപദേശിച്ചു തരണം. രാമനെക്കുറിച്ചറിയാൻ എനിക്ക് വലിയ ജിജ്ഞാസയുണ്ട് എന്ന് പാർവതി ദേവി പരമേശ്വരനോട് പറയാണ്. തത്വഭേദങ്ങൾ വിജ്ഞാന ജ്ഞാന വൈരാഗ്യാദി ഭക്തി ലക്ഷണം സാഖ്യയോഗഭേദാദികളും ക്ഷേത്രോപവാസഫലം യാഗാദി കർമ്മഫലം തീർത്ഥസ്നാനാദിഫലം ദാനധർമാദിഫലം വർണ്ണധർമ്മങ്ങൾ പുനരാശ്രമധർമ്മങ്ങളും എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതെ വണ്ണം നിന്തിരുവടി അരുൾ ചെയ്തതു കേട്ട മൂലം സന്തോഷമകതാരിൽ ഏറ്റവുമുണ്ടായി വന്നു. ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്കമൂലം അന്ധത്വം തീർന്നുകൂടി ചേതസീ ജഗൽപദേ. അവിടുന്ന് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. വേദങ്ങളെക്കുറിച്ചും ഉപാംഗങ്ങളെക്കുറിച്ചും എല്ലാം പറഞ്ഞു തന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ അന്ധത്വം തീർന്നുകൂടിയിട്ടുമുണ്ട്. എങ്കിലും മനസ്സിലൊരാഗ്രഹം ഇപ്പോഴും ബാക്കിയുണ്ട്. അത് രാമതത്വം അറിയുക എന്നുള്ളതാണ്. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ട് ഞാനതിൻ പാത്രമെങ്കിൽ. ഭാരതീയമായ വിദ്യാഭ്യാസ പദ്ധതി ഇങ്ങനെയാണ്. വിദ്യാർത്ഥി അർഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വിദ്യ പ്രദാനം ചെയ്യേണ്ടതുള്ളൂ. അതുകൊണ്ട് പാർവതി ദേവി ചോദിക്കുകയാണ് പരമേശ്വരനോട്, ഞാൻ അതിന് പാത്രമാണെങ്കിൽ, എനിക്കതിന് അർഹതയുണ്ടെങ്കിൽ എനിക്ക് അവിടുന്ന് രാമതത്വം പറഞ്ഞു തരണമെന്നാണ്. നിർബന്ധമായും പറഞ്ഞു തരണമെന്നല്ല. ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ. കാരുണ്യാംബുധേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ. ഈശ്വരീ കാർത്യായനി പാർവതി ഭഗവതി ശാശ്വതനായ പരമേശ്വരനോടീവണ്ണം ചോദ്യം ചെയ്തതു കേട്ടു തെളിഞ്ഞു ദേവൻ. ജഗദാദ്യനീശ്വരൻ
മന്ദഹാസം പൂണ്ടരുൾ ചെയ്തു. ശ്രീ പരമേശ്വരന് എന്തെന്നില്ലാത്ത ആനന്ദം ഉണ്ടാവുകയാണ്. പാർവതീദേവി ചോദിച്ചിരിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. രാമതത്വം അറിയുക എന്നുള്ളത് നിസ്സാര കാര്യമല്ലല്ലോ. അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ ഉണ്ടായി വന്നത് തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമല്ലേ എന്ന് ശ്രീ പരമേശ്വരന് തോന്നുകയാണ്. ഭക്ത്യതിശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൽ വർദ്ധിക്ക തന്നെ മൂലം. അത്യന്തം രഹസ്യമായ ഈ ഒരു വസ്തുവെക്കുറിച്ച് അറിയാനുള്ള ആകാംക്ഷ മനസ്സിലുണ്ടായത് അല്ലയോ പാർവതീദേവി, അവിടുത്തെ മനസ്സിൽ ഭക്തി ഉദിച്ചതുകൊണ്ട് മാത്രമാണ്. മനസ്സിൽ ഭക്തി വളരുമ്പോഴാണ് ഈശ്വരനെക്കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ നമ്മളിൽ വളർന്നു വരുന്നത്. അതുകൊണ്ട് പരമേശ്വരൻ വളരെ സന്തോഷത്തോടുകൂടി രാമതത്വം പറയാൻ ആരംഭിക്കുകയാണ്. ആരാണ് രാമൻ? ശ്രീരാമപാദാംബുജം വന്ദിച്ചു സംക്ഷേപിച്ചു സാരമായുള്ള തത്വം ചൊല്ലുവൻ കേട്ടാലും നീ. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം. ആരാണ് രാമൻ എന്ന് ഏറ്റവും ചുരുക്കി ശ്രീ പരമേശ്വരൻ പറയുന്നുണ്ട്. അത് നമുക്ക് വീണ്ടും വീണ്ടും കേട്ട് മനസ്സിൽ ഉറപ്പിക്കണം. ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി, പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ, പുരുഷോത്തമൻ ദേവൻ അനന്തനാദിനാഥൻ, ഗുരുകാരുണ്യമൂർത്തി പരമൻ പരബ്രഹ്മം. ജഗതുൽഭവസ്ഥിതി പ്രളയ കർത്താവായ ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ, അദ്വയനാദ്യൻ അജനവ്യയനാത്മാരാമൻ, തത്വാത്മാ സച്ചിന്മയൻ സകളാത്മകനീശൻ, മാനുഷനെന്നു കൽപ്പിച്ചിടൂരജ്ഞാനികൾ മാനസം മായാതമസ്സംവൃതമാകമൂലം. ശ്രീ സീതാരാഘവമരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ നാഥേ കേട്ടാലും തെളിഞ്ഞു നീ. ഇത്രയും പറഞ്ഞുകൊണ്ട് ശ്രീ പരമേശ്വരൻ മോക്ഷസാധകമായ രാമായണത്തെക്കുറിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. എങ്കിലോ മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി, ദേവകണ്ഠകനായ പങ്ക്തികണ്ഠനെ കൊന്നു, ദേവിയും അനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യബുക്കഭിഷേകവും ചെയ്തു, സത്താമാത്രാത്മാ സകലേശൻ അവ്യയൻ നാഥൻ. മിത്രപുത്രാദികളാം മിത്രവർഗത്താലും അത്യുത്തമന്മാരാം സഹോദര വീരന്മാരാലും കേകസാത്മജാസുതനാം വിഭീഷണനാലും ലോകേശാത്മജനായ വസിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യ തേജസാ ജഗശ്രാവ്യമാം ചരിതവും കേട്ടാനന്ദിച്ചു. നിർമ്മലമണിലസൽ കാഞ്ചന സിംഹാസനെ തന്മായാദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തി തിരുമുമ്പിലാം മാറുഭക്ത്യ വന്ദിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗൽ പ്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി. മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി, നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ. ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരമാശയുമില്ലയല്ലോ. നിർമ്മലനാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ. കൽമഷമിവനേതുമില്ലെന്നു ധരിച്ചാലും തൻ മനോരഥത്തെ നീ നൽകണം മടിയാതെ. ഹനുമാനിലൂടെയാണ് നമ്മൾ യഥാർത്ഥ
ഭക്തിയെ തിരിച്ചറിയുന്നത്. മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ ലൗകികമായ എല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് അധ്യാത്മജ്ഞാനത്തെ മാത്രം മനസ്സിൽ കണ്ടുകൊണ്ടു പോകുന്ന ഒരാളെയാണ് നാം ഭക്തനെന്ന് വിളിക്കുന്നത്. അപ്പം ഹനുമാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഭഗവാൻ ചോദിക്കുക, സുന്ദരരൂപേ ഹനുമാനെ നീ കണ്ടായല്ലി, നിന്നിലും എന്നിലുമുണ്ടെല്ലാ നേരവും ഇവൻ തന്നുള്ളിൽ അഭേദമായുള്ളൊരു ഭക്തിനാഥേ തന്നെ, സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിച്ചൊന്നിലും ഒരു നേരവും ആശയുമില്ലയല്ലോ. അങ്ങനെയുള്ള മനസ്സ്, മറ്റെല്ലാത്തിനെയും ത്യജിച്ചുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് ഭക്തിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഈശ്വരൻ്റെ സാമീപ്യവും സാരൂപ്യവും ഒക്കെ അനുഭവിക്കാനുള്ള അവസരം കൈവരുന്നുള്ളൂ. അപ്പോൾ അതിന് ഹനുമാനെ പോലെയുള്ള ഭക്തന്മാരുടെ പാത പിന്തുടരാനുള്ള സന്ദേശം കൂടി രാമായണത്തിൻ്റെ ആദ്യ ഭാഗത്ത് ഒന്നാമത്തെ ദിവസത്തെ പാരായണത്തിൽ തന്നെ നമ്മൾ കണ്ടറിയുകയാണ്. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം, നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ, നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം. എന്താണ് രാമൻ എന്ന ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം രാമായണം നമുക്ക് തരികയാണ് ഇവിടെ. സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം, നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനേ നീ, നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം, ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമീ ശ്രീരാമൻ എന്നറിഞ്ഞുകൊണ്ടാലും നീ, സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ ശ്രീരാമ ദേവനെന്നറിഞ്ഞാലും, നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. അങ്ങനെ രാമനെ അറിഞ്ഞുകൊണ്ട് രാമനിലേക്കുള്ള യാത്രയിലേക്ക് നമുക്കിന്ന് പ്രവേശിക്കാം. ഇനിയുള്ള തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ അധ്യായങ്ങളിൽ രാമനെയും സീതയെയും രാമതത്വത്തെയൊക്കെ അറിയാൻ നമുക്ക് പരിശ്രമിക്കാം. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.